ഇതൊരു കൊച്ചു സിനിമയാണ്. നേരത്തെ പറഞ്ഞത് തന്നെ കടമെടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളങ്ങളും ഭയങ്കര അവകാശവാദങ്ങളൊന്നുമില്ല. വളരെ സാധാരണയായ സിനിമ, വളരെ നല്ല പെർഫോമൻസസ് കാണാൻ പറ്റും ഈ സിനിമയിൽ. ധ്യാൻ ശ്രീനിവാസന്റെ ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ധാരാളം സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ധാരാളം സിനിമ റിലീസ് ആവുന്നുണ്ട്. ധ്യാനിന്റെ വളരെ വളരെ എന്താ പറയാ ഉള്ളു തൊട്ട് വളരെ സ്വാഭാവികമായി അഭിനയിച്ച ഇമോഷൻസ് ഒക്കെ വളരെ ടൈം എടുത്ത് അതിന് സമയം കൊടുത്തു ഡയറക്ഷൻ. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. പ്രയാഗയുടേതായാലും കുറച്ചും പറഞ്ഞല്ലോ, ഡാൻസ് പാർട്ടിയൊക്കെ നടക്കുമ്പോൾ പ്രയാഗ പറയുമ്പോഴാണ് ഞാനത് ഓർത്തത്. ഡാൻസ് പാർട്ടി ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. കുറച്ച് സീനും സോഹനും ഒക്കെ എന്റെ സുഹൃത്താണ്, എന്റെ അനുജനാണ് ആ ഫിലിമിന്റെ എഡിറ്റർ. അതിന്റെ പ്രോസസ്സൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു. മറിച്ച് ഈ സിനിമ കുറെ കാലം മുമ്പാണ് ചെയ്തത്. അപ്പോ എല്ലാവർക്കും ആ ഒരു സമയം, ആ ഒരു സ്ഥലം, ആ ഒരു ടെറൈൻ, ആ ഒരു വീടും ഞങ്ങളെല്ലാവരും അതിലെ കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ്. നമ്മുടെ ഉണ്ടായിരുന്നത് മാവ് പോലെയൊക്കെ ഞങ്ങളും അവിടെ കഥാപാത്രങ്ങളാവുമായിരുന്നു. ഒരു വർക്ക്ഷോപ്പും ഒരു ചെറിയ കവലയും നമ്മളൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ മാത്രം കണ്ടേക്കാം. കാരണം നമ്മളൊന്നും ആ സ്ഥലത്തേക്ക് പോകില്ല. ആ സ്ഥലത്ത് താമസിക്കുന്നവരല്ലാതെ ആ ഇടത്തേക്ക് തപ്പി പോകാൻ ചാൻസ് കുറവാണ് പൈതൽമലയുടെ മുകളിൽ. പക്ഷെ അവിടെ ഒരു ജീവനുണ്ട്, ഒരു ജീവിതമുണ്ട്, ഒരു ചായക്കടയുണ്ട്. ആലക്കോടാണ് ഈ സ്ഥലം. അപ്പൊ അവിടെയും ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെയും വളരെ സജീവമാണ് ജീവിതം. അതിനിടയിലാണ് നമ്മുടെ ഈ കഥാപാത്രങ്ങളെ ഡയറക്ടറോട് പ്ലേസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു സുഖവും അതിന്റെ ഒരു സമാധാനവും ഈ സിനിമയ്ക്കുണ്ട്. വളരെ സമാധാനമായിട്ട് പോയിരുന്ന് കാണാവുന്ന ഒരു കുടുംബ ചിത്രമാണ്. സോ എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. എനിക്ക് ബുള്ളറ്റ് ഇഷ്ടമാണ്. അയ്യോ ഇല്ല, എനിക്ക് ബുള്ളറ്റ് കാണാൻ ഇഷ്ടമാണ്, പുറകിലിരുന്ന് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചിട്ടുമുണ്ട്. വേറെ ഒന്നിനുമല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് ബൈക്ക് റൈഡറുടെ കഥയല്ല, ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥയാണ്. ആരും അങ്ങനെ വിചാരിക്കരുത്. റോഡ് മൂവി അല്ല ഇത്. ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥയാണ്. ധരിക്കാനേ പാടില്ല. ബൈക്കിനെ സ്നേഹിക്കുന്ന ആളെ സ്നേഹിക്കുന്ന ഒരു സാധാരണ കുട്ടി മാത്രമാണ്. സ്കൂട്ടർ ഞാൻ ഓടിക്കുന്നുണ്ട്. അന്തസ്സായിട്ട് വീഴുന്നുണ്ട് സ്കൂട്ടറിൽ. ഒരു നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു കൊച്ചു സിനിമ എന്തായാലും മനസ്സിൽ ഒരു ഫീൽ ഉണ്ടാക്കാതെ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ചേട്ടൻ കണ്ടതുപോലെ എന്റെ ആദ്യത്തെ സിനിമ നിങ്ങൾ കണ്ടു എന്നല്ല പറഞ്ഞു. അപ്പോ എന്താണ് തോന്നിയത്? നല്ല ഇമോഷണൽ മൂവിയായിരുന്നു. കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ അതേപോലെ തന്നെ മറ്റൊരു ഇമോഷണൽ ഫീൽ ഗുഡ്, അത്യാവശ്യം കോമഡിയൊക്കെ ജോണി ആന്റണി സാറൊക്കെ അൽത്താഫൊക്കെ നല്ല നന്നായിട്ട് കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇമോഷനും പാഷനും അതാണ് ഈ സിനിമ. കൊച്ചു സിനിമയാണ്. വലിയ സിനിമകൾ വരുന്നുണ്ട് അടുത്താഴ്ച. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് നമ്മുടെ കൊച്ചു സിനിമയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിലാണ് നാളെ തിയേറ്ററിൽ മുഴുവൻ ആൾക്കാരും പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മസ്റ്റ് അപ്രീഷിയേറ്റ് യു ഫോർ വാച്ചിങ് പണി. ക്രിട്ടിക്കലി അക്ലീംഡ് ആയിട്ടുള്ളൊരു പടമാണ്. മാത്രമല്ല ഇങ്ങനെ മീഡിയ ഇത്രയും വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലൊരാള് സിനിമ കണ്ടു പറയണത് കമന്റബിൾ. താങ്ക് യു. അവിടെ ഏറ്റവും മികച്ച മലയാള സിനിമക്കുള്ള പ്രസ്തി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും സിനിമ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഇനിയും സിനിമ ചെയ്യാനുള്ള ഊർജം പ്രേക്ഷകർ തരുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ബുള്ളറ്റ് ഫുൾ ഓടിച്ചു പോയാൽ സമാധാനം. സോറി. താങ്ക് യു. നന്നായിട്ടൊന്നും